നമസ്കാരം. ഒരു വിവാഹം തൻ്റെ രക്തബന്ധത്തെക്കാൾ അടുപ്പമുള്ള വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകുന്നു. തൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നതായ വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ഇതിനാൽ തന്നെ ഒത്തുപോകുമ്പോൾ ചെറുതും വലുതുമായ വിട്ടുവീഴ്ചകൾ ഇരുവരും ചെയ്ത് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചിലർ ആദ്യം അല്പം ബുദ്ധിമുട്ടിയാലും പിന്നീട് സുഖകരമായി തന്നെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരുമാകുന്നു. എന്നാൽ ജ്യോതിഷത്തിൽ ഗണപൊരുത്തത്തെക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ചില ഗണങ്ങളിൽ ഉള്ളവർ വിവാഹിതരാവുകയാണ് എങ്കിൽ പൊതുഫലത്താൽ ചില ഫലങ്ങൾ പരാമർശിക്കുന്നതാകുന്നു. ഇവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യം ദേവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കാം. ദേവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, മകീരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നീ 9 നക്ഷത്രക്കാരാകുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരാകുന്നു. സൽസ്വഭാവികളാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ വിഷമം ഇവർക്ക് കണ്ടു നിൽക്കുവാൻ പലപ്പോഴും സാധിക്കുന്നതല്ല. അതിനാൽ തന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇവർ, അല്ലെങ്കിൽ ചെയ്തു പോരുന്നവരാണ് എന്ന് പറയാം. പൊതുവെ സൽസ്വഭാവികളായ വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം. സൂര്യോദയത്തിന് ശേഷം, അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം കാര്യങ്ങൾ പലതും ചെയ്യുവാൻ, ശരിയായ രീതിയിൽ ചെയ്യുവാൻ, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഈ സമയം ഇവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സന്തോഷവും അതേപോലെ തന്നെ വിജയങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. കൂടാതെ പ്രാർത്ഥന, ധ്യാനം, ക്ഷേത്ര ദർശനം, മന്ത്രങ്ങൾ ജപിക്കുക, അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങളോട്, ആത്മീയപരമായ കാര്യങ്ങളോട് താല്പര്യമുള്ളവരും ചെയ്യുന്നവരുമാണ് ഇവർ. എന്നാൽ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് പല തെറ്റായ കാര്യങ്ങളും ഇവർ ചെയ്തു പോവുകയോ പറഞ്ഞു പോവുകയോ പ്രവർത്തിച്ച് പോവുകയോ ചെയ്യുന്നവരാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ഇവർ ദേവന്മാർ എന്നല്ല, മറിച്ച് പൊതുവെ മറ്റുള്ളവർ സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ എന്നാണ് അർത്ഥം വരുന്നത്. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ അത്തരത്തിൽ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുന്നവരും അവരുടെ സന്തോഷങ്ങളിൽ ഭാഗഭാക്കാകുന്നവരുമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ട്. അശ്വതി, മകീരം, പുണർദം, അത്തം, ചോതി, അനിഴം, പൂയം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രക്കാരാണ് ദേവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ എന്ന കാര്യം മുൻപേ പരാമർശിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കും. ആ വീടുകളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭാവിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. പ്രധാനമായും വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരേ ഗണത്തിൽ വരുന്ന വിവാഹം ഏറ്റവും ശുഭകരമാണ്. ദേവഗണത്തിലുള്ളവർ ദേവഗണത്തിലുള്ള മറ്റ് നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ മറ്റ് ഗണങ്ങളുടെ വിവാഹത്താൽ അത്ര മോശമല്ലാത്തതായ ഫലം വന്നു ചേരും എങ്കിലും മനുഷ്യഗണത്തിൽ വരുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് വിവാഹത്തിന് ഉത്തമമാകുന്നു. എന്നാൽ അസുരഗണത്തിലുള്ള വ്യക്തികളെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും എന്ന കാര്യം ഓർക്കുക. വളരെയധികം ദോഷകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ അസുരനെ പോലെ എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. രാക്ഷസ സ്വഭാവം എന്നല്ല അർത്ഥമാക്കുന്നത്. ആ കാര്യം പ്രത്യേകം ഏവരും ഓർക്കുക. ഇവരുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ. സൂര്യാസ്തമനത്തിന് ശേഷം കൂടുതലായി പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ആ സമയം ഊർജ്ജസ്വലതയോടെ പല കാര്യങ്ങളും ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുന്നവരാണ് എന്ന് പറയാം. പൊതുവെ രാത്രി സമയങ്ങളിലാണ് ഇവർ കൂടുതൽ ആക്റ്റീവ് ആവുക എന്ന കാര്യം പറയാം.
മറ്റു സമയങ്ങളിൽ ഉണ്ടാകും എങ്കിലും രാത്രി പല കാര്യങ്ങളും ഇവർക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ടും അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ടും എല്ലാം ഈ സമയം കൂടുതൽ ഇവർക്ക് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. നല്ല മനസ്സുള്ളവരാണ് എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. എന്നാൽ മറ്റൊരു ദോഷവശം പെട്ടെന്ന് ദേഷ്യം വരും എന്ന കാര്യമാകുന്നു. പിടിവാശി പല കാര്യങ്ങളിലും കാണിക്കും. ആ കാര്യങ്ങളെല്ലാം അനാവശ്യ കാര്യങ്ങളാകാം. ആ കാര്യത്തിന് പിടിവാശി കാണിക്കേണ്ടതായിരുന്നില്ല എന്ന കാര്യം പിന്നീട് ഇവർക്ക് തന്നെ തോന്നും. പക്ഷേ ആ സമയത്ത് അത്തരം കാര്യങ്ങളിൽ പിടിവാശി കാണിക്കുകയും അത് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നവരോട് സ്നേഹവും ഇവർ കാണിക്കും. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീണ്ടു നിൽക്കില്ല എന്നതാണ് വാസ്തവം. വളരെയധികം സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് ഇവർ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്താൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. മറ്റുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും ചെവിക്കൊള്ളണം എന്നില്ല. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് ഇവർ. സ്വാതന്ത്ര്യപ്രിയരാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവർ ഉപദേശിച്ചാലും ആ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് താല്പര്യം കാണിക്കാത്തവരോ ആണ് ഇവർ. അനുസരണ അല്പം കുറവാണ് എന്ന് പറയാം. തീരെയില്ല എന്നല്ല അർത്ഥമാക്കുന്നത്, അല്പം കുറവാകുന്നു. എന്നാൽ പരോപകാരികളാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തങ്ങൾക്ക് സാധിക്കുന്നതായ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകും. പലപ്പോഴും മനസ്സ് അലിയുന്നവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരായ അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമാണ്. ഇവർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആണ് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ സ്വന്തം ഗണത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അസുരഗണത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നത് കൂടുതൽ ഉത്തമമാകുന്നു. അത് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്രകാരം ചെയ്തില്ല എങ്കിൽ ഇനി ദേവഗണത്തിലോ മനുഷ്യഗണത്തിലോ ആണ് എങ്കിൽ പോലും കലഹങ്ങൾ വന്നു ചേരുവാനും മനസമാധാനം നഷ്ടപ്പെടാനും പല രീതിയിലുള്ള ദുരിതപൂർണമായ അവസ്ഥ വന്നു ചേരുവാനും കാരണമായി തീരും എന്നാണ് പൊതുഫലത്താൽ പരാമർശിക്കുന്നത്. അത്ര സുഖകരമാകണം എന്നില്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദേവൻ സ്ത്രീ, അതായത് ദേവഗണത്തിൽ വരുന്ന സ്ത്രീയും അസുരഗണത്തിൽ വരുന്ന പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചാൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഗണപ്പൊരുത്തം അധമമാകുന്നു. അതിനാൽ തന്നെ വിവാഹിതരായാൽ കലഹമാണ് ഫലം എന്ന കാര്യം ഓർക്കുക. എത്ര തന്നെ സ്നേഹമുണ്ട് എങ്കിലും എപ്പോഴും കലഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. അത് ചെറിയ കാര്യത്തിന് പോലും കലഹങ്ങൾ വന്നു ചേരാം. ഇവരുടെ സ്വഭാവം അത് തീർത്തും വ്യത്യസ്തമായിരിക്കും ഇരു വിഭാഗക്കാരുടെയും. അതിനാൽ തന്നെ ഒത്തുപോകുവാൻ അല്പം ബുദ്ധിമുട്ട് തന്നെ നിങ്ങൾ സഹിക്കേണ്ടതായി വരാം. ദേവഗണത്തിലെ സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കുകയും ഭർത്താവിന് എപ്പോഴും സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകുകയും ചെയ്യും. ഈ കാരണത്താൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമാണ്. ഇവർ സ്നേഹം, സമാധാനം ഇഷ്ടപ്പെടുകയും എന്നാൽ ഭർത്താവ് എപ്പോഴും കലഹിക്കുകയും കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിറയുകയും ചെയ്യാം. ചിലർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാകുന്നു. ജ്യോതിഷത്തിലെ പൊതുഫലപ്രകാരമാണ് ഞാൻ ഈ ഫലങ്ങൾ പരാമർശിക്കുന്നത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് അസുരഗണത്തിൽ വരുന്ന സ്ത്രീയും ദേവഗണത്തിൽ വരുന്ന പുരുഷനും വിവാഹം കഴിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചാകുന്നു. പൊരുത്തം അധമം തന്നെയാണ്. അതിനാൽ തന്നെ കലഹം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ദാമ്പത്യ സുഖം നിങ്ങളുടെ ജീവിതത്തിൽ അധികം വന്ന് ചേരണം എന്നില്ല. തർക്കങ്ങൾ വന്നു ചേരാം. ബാഹ്യമായ ഭ്രമങ്ങളിൽ അധികം താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഭ്രമമില്ലാത്ത പുരുഷനാണ് ദേവഗണത്തിൽ വരുന്ന പുരുഷന്മാർ. അതിനാൽ തന്നെ ഇവർ അസുരഗണത്തിലെ സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. എന്തിനും ഏതിനും കലഹങ്ങൾ മാത്രം. ഭാര്യ ശരിയാണ് എന്ന് പറയുന്നത് വരെ ആ തർക്കം നീണ്ടു നിൽക്കും അഥവാ തുടരുന്നതാകുന്നു. എന്നാൽ പുരുഷൻ എളുപ്പം വിട്ടുകൊടുക്കുന്നവരാകുന്നു. അതായത് ദേവഗണത്തിൽ വരുന്ന പുരുഷന്മാർ എളുപ്പം വിട്ടുകൊടുക്കുന്നവരാണ്. തർക്കം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരാകുന്നു. ജീവിതത്തിൽ കലഹം, ദുഃഖം നിറഞ്ഞതാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നില്ലായിരിക്കാം. അതിന് കാരണം മറ്റ് പൊരുത്തത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ വന്ന് ചേരുന്നതിനാലാകുന്നു. അതിനാൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി തന്നെ, അതായത് ജീവിതം ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിനാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർ വിവാഹം കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുന്നതും ഇരു കൂട്ടരും തർക്കങ്ങൾ ഒഴിവാക്കി മനസമാധാനത്തോടെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക.